എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് കഥ കേൾക്കുന്നത്. ഒരിടത്തൊരിടത്ത് എന്ന് തുടങ്ങി നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞ് ഇന്നും മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന 1000 കഥകളുണ്ടാവും നമ്മളിൽ ഓരോരുത്തരുടെയും ഉള്ളിൽ. അതുപോലെ തന്നെയാണ് ഈ കഥയും തുടങ്ങുന്നത്. വാപ്പൻ രതിയോട് കുറച്ച് കഥകൾ പറയുന്നു. പക്ഷേ അത് നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞ കഥകൾ പോലെയല്ല. കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും വയ്യാതെ കിടക്കുന്ന ഒരു മനുഷ്യൻ മക്കളോടും മരുമക്കളോടും പറയുന്ന കഥകളാണ്. കേട്ടാൽ ഉറക്കം പോകും. ഒന്ന് തലയിൽ കയറിയാൽ പിന്നെ ഇറക്കി വിടാൻ പറ്റാത്ത വിധം മനുഷ്യനെ കറക്കുന്ന കഥ. ഈ വാപ്പൻ ആരാണെന്നല്ലേ? അയാൾക്ക് ഈ കഥകൾ എങ്ങനെ കിട്ടിയെന്നല്ലേ? ഉത്തരം കിട്ടുന്നത് മനോരമ ബുക്സ് പുറത്തിറക്കിയ SP ശരത്ത് എഴുതിയ ഉറക്കപ്പിശാച് എന്ന പുസ്തകത്തിലൂടെ. എഴുന്നേൽക്കാൻ വയ്യാത്ത ഒരു മനുഷ്യൻ, അയാൾ പറയുന്ന കഥകൾ, ഇടയ്ക്കിടെ നടക്കുന്ന അസാധാരണമായ ചില സംഭവങ്ങൾ, ഇതെല്ലാം ചേർന്നപ്പോൾ രതിക്ക് തോന്നുന്ന സംശയങ്ങൾ, ആ സംശയങ്ങളുടെ സത്യാവസ്ഥ തേടിയുള്ള അവളുടെ നടപ്പിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. വിക്രമാദിത്യ മഹാരാജാവിനോട് വേതാളം കഥ പറഞ്ഞ പോലെ വാപ്പൻ പറയുന്ന കഥകൾ നമ്മുടെ മനസ്സിനെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. വാപ്പൻ പറയുന്ന ഈ വാക്കുകൾ ഈ പുസ്തകത്തിൻ്റെ ഹൃദയമാണ്. ചിലതരം കേൾവികളും കാഴ്ചകളും എല്ലാവർക്കുമൊന്നും കാണാൻ പറ്റില്ല മോളെ. പുസ്തകത്തിലൊക്കെ എഴുതി വച്ചിരിക്കുന്ന അറിവുകളെ ആൾക്കാർ കൈമാറ്റം ചെയ്തുള്ളൂ. എഴുതി വയ്ക്കാൻ പറ്റാത്ത ചില അറിവുകളുണ്ട്. അതൊക്കെ കയ്യിലുള്ളവർ മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്തതൊക്കെ കാണും, കേൾക്കാൻ പറ്റാത്തതൊക്കെ കേൾക്കും. ഈ വാക്കുകളിലുണ്ട് ഉറക്കപ്പിശാചിൻ്റെ ഉള്ളിലെ മുഴുവൻ രഹസ്യങ്ങളും. നിഗൂഢത കൊണ്ട് മനസ്സിനെ പിടിച്ചു കിട്ടിയ ഒരു പുസ്തകം. കുറച്ച് ദിവസത്തെ ഉറക്കം പോകുമെന്നതൊഴിച്ചാൽ പെട്ടെന്ന് വായിക്കാവുന്ന, മനസ്സിൽ തട്ടുന്ന ഭാഷയിൽ തീർത്ത ഒരു അതുല്യ വിസ്മയം. ധൈര്യമുണ്ടെങ്കിൽ മാത്രം ഈ രാത്രി വാപ്പൻ പറയുന്ന ആദ്യ കഥ ഒന്ന് കേട്ടു നോക്കും.